എന്തൊരു വൃത്തികെട്ട പടമാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വിടാം. കട്ട് ചെയ്ത് എന്തുവാണ് കഴിച്ചോളൂ. പക്ഷെ മഹാ വൃത്തികെട്ട പടം. ഞാനിതിന് മോനെ വിളിച്ചു വരുമ്പോ അവനെ അച്ഛന് മഹാ ഒരു വൃത്തികെട്ട പടം കണ്ടു പോലെ ചിരിക്കുന്നത്. അപ്പൊ സാറൊന്നും പറയില്ലായിരുന്നോ? അതിപ്പോഴല്ലേ കാണുന്നേ, അങ്ങേര് പരിചരിച്ച മോളിൽ പോയിട്ട് വേണം പറയാൻ. നമ്മൾ ഈ അവളുടെ രാവുകളെ കുറിച്ച് പറയുമ്പോൾ പറയാതെ വിട്ടുപോകുന്നൊരു സംഗതിയുണ്ട്. ചേച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിപ്പോകുമ്പോൾ ഒരാളുടെ മേത്ത് തട്ടിയിട്ട് കമല് ചോദിച്ചു വാങ്ങിച്ചു കമല്. അപ്പോ അതെന്താ എന്നെ എടുക്കാത്ത ഈ പടത്തിൽ ശശി എന്ന് ചോദിച്ചു വാങ്ങിച്ചു പുള്ളി. ചേച്ചി അത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ടോണി ജാ എന്ന് പറഞ്ഞിട്ട് സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പടത്തിൽ ഈ ജാക്കി ജാൻ ഒറ്റ സീനിൽ വരുന്നുണ്ട്. ആണോ? നിങ്ങൾക്കറിയോ എന്നെ ആദ്യം എന്നെ മേക്കപ്പ് ടെസ്റ്റ് ഇട്ടത് ശിവാജി ഗണേശനാണ്. ചേച്ചി ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും കോട്ടയം ശാന്തി ചേച്ചിയാണ് മിക്കവാറും. വോയിസ് സിമിലാരിറ്റി സത്യത്തിൽ അന്നേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെന്നാണ് ഞങ്ങൾക്ക് തോന്നണേ. പക്ഷെ മേലിൽ ഇത്തരം ആളുകളെ ഈ വീട്ടിൽ കയറ്റിയാൽ ഇതായിരിക്കില്ല അനുഭവം. അതും ചേച്ചിക്കൊരു കറേജ് തന്നെയല്ലേ അന്ന് അങ്ങനെ ആർട്ടിസ്റ്റിനെ കിട്ടിയത്. ചിലതിലൊക്കെ ഭയങ്കര ബോൾഡായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ സൊസൈറ്റി ലേഡി പോലെയുള്ള ഇല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വേഷം. സുകുമാരി അമ്മ ഏതൊക്കെ ഡ്രസ്സ് ഇട്ടാൽ യോജിക്കുമോ അതെല്ലാം ചേച്ചി കിട്ടാലും യോജിക്കും. പക്ഷെ ചേച്ചി വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തു പോന്നു. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ പറ്റൂല. എന്താ ശശിക്ക് വേറെ പണിയൊന്നുമില്ല, ഇതിനെയൊക്കെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു ഈ പടത്തിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോവും. എൻ്റെ കാതിൽ കേൾക്കും ഞാൻ.